സിനിമയില്ലേ? എന്തായാലും ഞങ്ങളുടെ ജനറേഷൻ കാലം തെറ്റി ഇറങ്ങി ഈ ഒരു സിനിമേനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് 2000 ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. അപ്പോഴേ സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഈ സിനിമ. പക്ഷേ ഹൗസ്ഫുൾ ആയിരുന്നു. 600 സീറ്റും ഹൗസ്ഫുൾ ആയിട്ട് ഒരു തിയേറ്ററിൽ വീണ്ടും ഒരു റീ റിലീസ് നടക്കും. ചില പോർഷൻസ് ഒക്കെ ട്രിം ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. അത് മൊത്തത്തിലുള്ള സംഗീതത്തിൽ മാത്രമല്ല, സർവകല രാജാവ് തന്നെയാണ്. ബ്രോ ഇതിനൊക്കെ പറ്റി എന്താ ബ്രോ പറയാ? എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇഷ്ടപ്പെടുക. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് തിയേറ്ററിൽ കാണുമെന്ന്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ. ചേട്ടാ ഓൾറെഡി റിലീസായ സിനിമയല്ലേ? സെറ്റ്. വിദ്യാസാഗർക്ക് വേണ്ടി മാത്രം കാണാൻ പോയത്. നല്ല രസമായിട്ടാണ്. ഞാൻ പോട്ടെ. ഫസ്റ്റ് ടൈം തിയേറ്ററിൽ കാണുന്നത്. നല്ല സിനിമ. അടിപൊളി പടമാണ്. സൂപ്പർ. അടിപൊളിയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ കാണാനാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും കാലം തെറ്റി സിനിമ എന്ന് പറയുന്നത് വെറുതെ അല്ല. അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അത് തന്നെ പറയാറുള്ളൂ കേട്ടോ. അടിപൊളി. നല്ല 4K ക്വാളിറ്റിയും പിന്നെ അറ്റ്മോസ് സൗണ്ടും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ആണ്. പലതവണ ടി വിയിലും മീഡിയസിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് രണ്ടാമത് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഭീകര ഒരു ക്വാളിറ്റിയിൽ തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചില പോർഷൻസൊക്കെ ട്രിം ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. അത് മൊത്തത്തിലുള്ള പടത്തിൻ്റെ മൂഡിനെ ബാധിക്കുന്നില്ല. ഭയങ്കര പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ ഭീകര എക്സ്പീരിയൻസ് ആയി. ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ദേവദൂതൻ നന്നായിട്ടുണ്ട്. എന്താ പറയുക, 24 വർഷം മുമ്പ് ഒരു പ്രാവശ്യം തിയേറ്ററിൽ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം അന്ന് കിട്ടാത്ത സ്വീകാര്യത. ഹൗസ്ഫുൾ ആയിരുന്നു. 600 സീറ്റും ഹൗസ്ഫുൾ ആയിട്ട് ഒരു തിയേറ്ററിൽ വീണ്ടും ഒരു റീ റിലീസ് നടക്കുമ്പോൾ വലിയ സന്തോഷം. കാരണം അന്ന് ടെക്നിക്കലി വളരെ ഒത്തിരി എഫേർട്ട് എടുത്തൊരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരം. എല്ലാവരും തിയേറ്ററിൽ കാണണം. 4K എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ട്. ദേവദൂതൻ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഹിറ്റാവും വീണ്ടും. അന്ന് മിസ്സായത് തിരിച്ചു കിട്ടി. തിയേറ്ററിൽ മിസ്സായത് ഭയങ്കര രസമാണ്. പിന്നെ എത്ര തവണ കണ്ടാലും ഇപ്പം തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ്സാണ് ആ പടം. എല്ലാവരും മസ്റ്റായിട്ട് കാണണം. അന്ന് മിസ്സായവരെല്ലാം തിയേറ്ററിൽ വന്ന് കാണണം പറയുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ആ തിയേറ്ററിൽ കാണുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ്. നന്നായിരുന്നു പടം. ഇത് ഞാൻ പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുള്ള പടമായത്. അത് കഴിഞ്ഞ് ഒരുപാട് തവണ ടി വിയിലും മറ്റേ VCD DVD ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ പടം കാണുമ്പോൾ ഒരു പുതിയൊരു പടം കാണുന്നൊരു ഫീൽ തന്നെയായിരുന്നു. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്, ഒരു നൊസ്റ്റാൾജിയ. അതിൻ്റെ പാട്ടും മൊത്തത്തിൽ ലാലേട്ടനും ഒക്കെ ആയിട്ട് നല്ല ഇതുണ്ട്. നല്ലതാണ്. അടിപൊളിയായിരുന്നു. ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആണ് ദേവദൂതൻ. വിദ്യാസാഗറിൻ്റെ പാട്ടും ലാലേട്ടൻ്റെ അഭിനയവും മൊത്തത്തിലൊരു എസ്തെറ്റിക് ടച്ചോട് കൂടിയാണ് റീ റിലീസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ജനറേഷൻ കാലം തെറ്റി ഇറങ്ങി ഈ ഒരു സിനിമേനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും പടം ഇപ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാര്യം പറഞ്ഞാൽ 24 വർഷം മുമ്പ് നമ്മൾ കണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ കണ്ട ഒരു ഫീല് അന്നില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അയാൾ സംഗീതത്തിൽ മാത്രമല്ല, സർവകല രാജാവ് തന്നെയാണ് ശരിക്കും. ദേവദൂതൻ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 12-13 വയസ്സ് 2000 ഇറങ്ങിയ പടമാണ്. അപ്പോൾ ഒരു 10-24 കൊല്ലത്തിന് ശേഷം അത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്, ടെക്നിക്കൽ സൈഡൊക്കെ. പിന്നെ പടം കുറച്ച് ട്രിം ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ലെങ്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പടം ഒരു ഈ പറയുന്നത് പോലെ ചെറിയൊരു ട്രിമ്മും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്, പക്ഷേ ഇത് കണക്കത്തെ ഒരു മ്യൂസിക് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു 2004 നമുക്ക് കിട്ടത്തില്ല. എന്തൊക്കെയായാലും വർത്താണ്. ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും 2 മണിക്കൂർ 30 മിനിറ്റാണ് പടം ശരിക്കും ഉള്ളത്. ഒരു അരമണിക്കൂറോളം പടത്തിൽ കട്ട് വന്നിട്ടുണ്ട്. ജഗതി ചേട്ടൻ്റെ പോർഷൻസ് ഒന്നും ഇല്ല. പക്ഷേ ഇതൊരു റിഫൈൻഡ് വെർഷനാണ്. പിന്നെ ആ ബിഗ് സ്ക്രീനിൽ ഓടി വണ്ടി തന്നെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹെവൻലി എക്സ്പീരിയൻസ് ആണ്. ഇതിനെയൊക്കെ പറ്റി റിവ്യൂ പറയാനൊന്നുമില്ല. കാരണം വേറൊരു മ്യൂസിക്കിലൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി പടമാണ്. ഇത് ഞാൻ റിവ്യൂ പറയുന്നത് ശരിയല്ല. വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കും കൂടെ വന്നപ്പം പടം വേറെ ലെവലിൽ പോയിട്ടുണ്ട് ബ്രോ. കിടിലൻ ഫീലിംഗ് ആണ്. നിങ്ങൾ എന്താ പറയുക, 2000 ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ്. അപ്പോഴേ സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ നിഷ്കരണം തള്ളിക്കളഞ്ഞു ഈ സിനിമ. പക്ഷേ ഇതാണ് ഈ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു കിടിലൻ ഗിഫ്റ്റ്, അല്ലെങ്കിൽ കാവ്യനീതി എന്ന് പറയും. ഇന്ന് ഈ തിയേറ്ററിൽ ഫുൾ ഹൗസ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട്. ഈ സിനിമയുടെ തുടക്കം തന്നെ എന്തൊരു മഹാനുഭാവുല പാട്ടാണ്. അത് തന്നെ എന്താ പറയുക, അവർ ഭയങ്കര മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നത് കണ്ടു. പിന്നെ എല്ലാ പാട്ടിനും പല സീൻസിനും ഒക്കെ കയ്യടിയായിരുന്നു. ചില ഡയലോഗിന് അവർ കയ്യടിയായിരുന്നു. സിബിമലയിൽ ട്രിം ചെയ്തിട്ടുണ്ട് സിനിമ. ജഗതിയുടെ പോർഷൻ മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് ആവശ്യം ഇല്ലാത്ത ആക്ഷനൊക്കെ എനിക്ക് ഒന്ന് അപ്പോഴേ ഇറങ്ങിയപ്പോൾ നരസിംഹത്തിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. ജനുവരിയിൽ നരസിംഹവും ഡിസംബറിൽ ദേവദൂതനും. ഇടയ്ക്ക് വേറെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സിബിമലയിൽ കുറേ കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ
ഒഴിവാക്കി കറക്റ്റ് ചെയ്ത് ട്രിം ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര ഫീലാണ് പടം. ദേവദൂതൻ നിങ്ങൾക്ക് അല്ലാതെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിയേറ്റർ കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്യാതെ ഒരിക്കൽ കൂടെ വന്ന് കാണാം. ഭയങ്കര ഫീലിംഗാണ്. അതും പ്രത്യേകിച്ച് ഏരിസ്പ്ലെക്സ് ഓഡിയോ 1 കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിടിലമാണ്. ഒരു കിടിലൻ തിയേറ്റർ കാണാനുള്ള ഒരു ഇപ്പോഴും കണ്ടാലും അതിൻ്റെ ഒരു ആ ഒരു ക്വാളിറ്റി ഒരിക്കലും മാറൂല. കിടിലായിട്ട്